ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സേഷൽസ് സന്ദർശനം തുടരുന്നു. സേഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2ാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സേഷൽസ് സന്ദർശനം തുടരുന്നു. സേഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സേഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സേഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. se.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമ ബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123-ലും നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സേഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.